കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിലൂടെ ആദ്യമായി രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് ട്രാൻസ്ജെൻഡർ ദമ്പതിമാരായ സഹദും സിയയും. നിയമ പോരാട്ടത്തിനൊടുവിലാണ് കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിനു പകരം രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കളാണ് സഹദും സിയയും. ഇവർക്കൊപ്പം രാഹുൽ കെ.വി ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു പോരാട്ടം തന്നെ ഇതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, അത് വിജയം കണ്ടിട്ടുണ്ട്, അങ്ങനെ ചരിത്രത്തിന്റെ കൂടി ഭാഗമായി മാറുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം അവർ നമ്മളോട് പ്രകടിപ്പിക്കുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. സഹദിനെയും സിയെയും നമ്മൾ മലയാളികൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. കാരണം അങ്ങനെ വലിയ പോരാട്ടമൊക്കെ നടത്തി വന്ന ആളുകളാണ്. നേരത്തെ ഈ മാതൃഭൂമി ന്യൂസിൽ ഉൾപ്പെടെ പലതവണ വാർത്തകളിലൂടെ വന്നിരുന്നു. ഇപ്പോൾ സിയെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സഹദ് ഒരു ജോലിയുടെ ആവശ്യമായി ബന്ധപ്പെട്ട് വിദേശത്താണ്. സിയുടെ കൂടെ സബിയയുണ്ട്. കുഞ്ഞ് സബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അർത്ഥം പ്രകാശം പരത്തുന്നവൾ എന്നാണ്. നമ്മൾ നേരത്തെ ഈ പേര് വിളിക്കുന്ന ചടങ്ങിൽ ഉൾപ്പെടെ പോവുകയും വാർത്ത നൽകുകയും ഒക്കെ തന്നെ ചെയ്തു തരുന്നതാണ്. എന്നാൽ ഈ ജീവിതത്തിൽ ഇവരെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളൊരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ജനന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് ലഭിക്കുകയും ചെയ്തത്. ആവശ്യം അംഗീകരിച്ചത് നിയമ പോരാട്ടത്തിനൊടുവിലാണ്. ഹൈക്കോടതിയെ സമീപിച്ചാണ് അച്ഛനമ്മ എന്ന ഒരു കോളം തന്നെ ഒഴിവാക്കി രക്ഷിതാക്കൾ എന്ന് മാത്രമായി രേഖപ്പെടുത്തിയ ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. സബിയ, ഗുഡ് മോർണിംഗ്. എത്രത്തോളം സന്തോഷമുണ്ട്? ഒത്തിരി സന്തോഷം. അതായത് ഇപ്പം നമ്മൾ എന്താ പറയാ, ഒരു വലിയൊരു യുദ്ധം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം പൊരുതി നേടി എന്ന് പറയില്ലേ, ആ ഒരു പീക്ക് ലെവലിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അതിന് ഏകദേശം ഒരു 3 വർഷം ഇപ്പം ബി എ കുട്ടിക്ക് 3 വയസ്സ് കഴിഞ്ഞു. ആൾക്ക് ഫെബ്രുവരി 8, 2023 ആള് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ജനിക്കുന്നത്. അന്നാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ട അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ പേര് മദറിന്റെ സ്ഥാനത്തും സാദിന്റെ പേര് ഫാദറിന്റെ സ്ഥാനത്തുമായിരുന്നു. പക്ഷേ അന്നത്തെ സൂപ്രണ്ടാണ് പറഞ്ഞത് അങ്ങനെ അത് ഒരു പ്രശ്നമായിട്ട് വരും, ആളുകളുടെ സമൂഹത്തിലോട്ട് അത് വലിയ പ്രശ്നമായിട്ട് വരും. സോ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പം ഫാദറിന്റെ സ്ഥാനത്ത് എൻ്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുക്കുക, അതുപോലെ മദറിന്റെ സ്ഥാനത്ത് സഹദിന്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുക്കുക. സോ പിന്നീട് ഇവള് 18 വയസ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റണമെന്ന് തോന്നുമ്പോഴോ നിങ്ങൾ ഹൈക്കോടതിയോ കോടതി നിയമപരമായിട്ട് പോയിട്ട് നിങ്ങളത് മാറ്റിയെടുക്കാന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ആ സമയത്ത് അതിന് അപ്ലൈ ചെയ്തു. മാത്രമല്ല നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങളത് ഞങ്ങളുടെ ഇഷ്ടമല്ലാത്തൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങളത് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, അഡ്വക്കേറ്റ് പത്മലക്ഷ്മിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ആളുമായിട്ട് സംസാരിച്ചു. ആള് നമുക്ക് ഹൈക്കോടതി പോയിട്ട് തന്നെ അത് ഒരു വിധിയാക്കിയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഫൈനലി അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി നിയമമൊക്കെ ഇതാക്കിയിട്ട് ഇപ്പൊ അതൊരു എന്താ പറയാ, ഇനി വരുന്ന ഒരു ട്രാൻസ് കപ്പിൾസിനായാൽ പോലും ഒരു എന്താ പറയുന്നത് ആൾക്ക് ഒരു ഇനി വരുന്ന ട്രാൻസ് കപ്പിൾസിനായാലും അതൊരു ഉള്ളൊരു മെച്ചപ്പെട്ടൊരു കാര്യമായിട്ട് കൊണ്ടുവരാൻ പറ്റിയല്ലോ. ഒത്തിരി സന്തോഷം. കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള ഒരു വിജയമാണ് അല്ലേ? അതെ. കാരണം ഇനി വരുന്ന ആർക്കെങ്കിലും ട്രാൻസ് കപ്പിൾസിന് ഒരുപക്ഷെ ബേബി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ നടന്നു വന്ന ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചൊരു വഴിയിലൂടെ അവർ വരണ്ട, നേരെ മറിച്ച് അവർക്കും പെട്ടെന്ന് ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കുഞ്ഞിന് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും കിട്ടിയിരുന്നു എല്ലാ സമയത്തും? 2 വശമുണ്ട്. അതിന് സപ്പോർട്ടും ഉണ്ടായിരുന്നു, നെഗറ്റീവായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും. കാരണം പക്ഷെ ഇപ്പം എന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കാണുന്നത് ഇപ്പം വളരെ കുറവാണ്. കമന്റ് ബോക്സിൽ തന്നെ പലരും പറയുന്ന എന്താ പറയുക കമന്റുകൾ ഞാൻ വായിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു, പക്ഷെ ഇപ്പം ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത കമന്റ് ബോക്സ് അല്ലെങ്കിൽ ഹെയ്റ്റേഴ്സ് ഇല്ലാത്തൊരു ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കമന്റ്സ് കാണാറുണ്ട്. അതില് പക്ഷെ 1-2 നെഗറ്റീവായിട്ട് വരാറുണ്ട്. പക്ഷെ ബാക്കി എല്ലാം അത്രയും സപ്പോർട്ടീവാണ്. മോളുടെ വീഡിയോസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ആളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാവരും പറയും. ഒത്തിരി കമന്റുകളും ഒത്തിരി പേഴ്സണൽ മെസ്സേജുകളും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. സോ അല്ല, ആൾക്ക് രാവിലെ ആയതുകൊണ്ട്. എന്തൊക്കെയാ വിശേഷം? പറ. ചായ കുടിച്ചോ? ഇല്ലേ പറ. ബിക്കുട്ട എണീറ്റതേ ചായ കുടിക്കാനാകുന്നതേ ഉള്ളൂ അല്ലേ? കുഞ്ഞിന് ചെറിയ ഉറക്കച്ചടവൊക്കെയാണ് കേട്ടോ. അപ്പൊ സഹദ് പുറത്താണല്ലോ അല്ലേ? ആള് ഇപ്പം ഒരു ജോലിയുടെ ആവശ്യമായിട്ട് വെളിയിലോട്ട് പോയേക്കുവാണ്. ജീവിക്കണമല്ലോ നമ്മള്, അതിന് സാമ്പത്തികം അനിവാര്യമാണ്. അതുകൊണ്ട് എനിക്കിപ്പം ഡാൻസ് ക്ലാസ്
ആണ്. ഇപ്പം ഞാൻ BA ഉള്ളതുകൊണ്ട് BAൻ്റെ കൂടെ ആയതുകൊണ്ടും ഞാൻ ഇപ്പം കുറച്ച് പുറത്തോട്ടോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വളരെ കുറവാണ്. ആളുമായിട്ട് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ളൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അപ്പം സഹദ് പറഞ്ഞു അവൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞതുകൊണ്ടാണ് ആളുടെ ഇതിൽ കെയർ ഓഫിൽ നമ്മളിപ്പം വെളിയിലോട്ട് പോയേക്കുവാണ്. ജോലിയുടെ ആവശ്യമായിട്ട് ഉടനെ വരട്ടെ. ഡാൻസ് ചെയ്യാനൊക്കെ ഇപ്പൊ പോകാറുണ്ടോ? നേരത്തെ അമ്പലത്തില് പരിപാടികളിലൊക്കെ പോകാറുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറവാ. ഇപ്പം ഞാൻ BAയുടെ കൂടെ അവള് ജനിച്ചൊരു 2 വയസ്സ് വരെ സഹദ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരു 3 വയസ്സ് 3ാമത്തെ ബർത്ത്ഡേ വരെ കൂടുതലും സഹദായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇതേപോലെ പ്രോഗ്രാമിനും പഠിപ്പിക്കാനും ഒക്കെ ഞാൻ ഒരുപാട് പോയതുകൊണ്ട് എനിക്ക് അവളുടെ കൂടെയുള്ള സമയങ്ങൾ വളരെ കുറവായിരുന്നു. ആഴ്ചയിൽ 1-2 ദിവസങ്ങൾ മാത്രമേ എനിക്ക് അവളുടെ കൂടെ നിൽക്കാനുള്ളതൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അന്നേ എനിക്കൊരു വിഷമമായിരുന്നു. കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് സമയം കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യണം, അവളുമായിട്ട് കുറച്ചുകൂടെ ഇതാവണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചൊന്ന് എൻ്റെ ഫീൽഡിൽ നിന്നൊക്കെ ഒന്ന് ബാക്കോട്ട് വലിഞ്ഞു. ഡാൻസ് ഫീൽഡിൽ നിന്നൊക്കെ ഞാൻ ഇച്ചിരി ഒന്നും കണ്ട് എൻ്റെ ബിസി ലൈഫിൽ നിന്ന് ഞാനൊന്ന് BAക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇനി ഞങ്ങൾ രണ്ടുപേരും വീട്ടിലൊരുമിച്ച് ഡാൻസ് കളിക്കുന്നു, പഠിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. കൂടെ അതെ. ആളിപ്പം എൻ്റെ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഞങ്ങളുടെ ഡാൻസ് ആയാലും പാട്ടും ഞങ്ങൾ കോമഡിയൊക്കെ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ചെയ്യും. സോ ആളതിൽ ഹാപ്പിയാണ്. വലിയൊരു സന്തോഷഘട്ടമാണ് അല്ലെ, ഹൈക്കോടതി നിങ്ങൾക്കൊപ്പം നിന്നു എന്നതുകൊണ്ട് തന്നെ. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ അഡ്വക്കേറ്റ് പത്മലക്ഷ്മി അടുത്താണ്. ആളും ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ട്രാൻസ് വുമൺ ആണ്. സോ ആളുടെ ഒരു എഫേർട്ട് തന്നെയാണ് നമുക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഭയങ്കര ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള ആളായിരുന്നു നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിലേ വന്നതും. മാത്രമല്ല ഈ ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നിട്ട് ഏകദേശം 10 മാസത്തോളമായി. നമുക്ക് ഈ 10 മാസത്തിന് മുന്നേ വന്ന വിധിയാണ്. 2 മാസത്തിനകം നമ്മളുടെ കയ്യിലോട്ട് അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് അവര് അന്വേഷിച്ചപ്പം അതിന്റെ ഈ ഒരു സിസ്റ്റം ചേഞ്ചിങ്ങിന്റെ ഒരു താമസമാണ് പറഞ്ഞേക്കുന്നത്. സോ ഒരു 10 മാസത്തിന് ശേഷമാണ് നമുക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നതും. സോ എന്തുതന്നെയായാലും നമ്മൾ ഹാപ്പിയാണ്, സാധനം കയ്യിൽ കിട്ടിയല്ലോ. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനിയുള്ള അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് ആധാർ എടുക്കാനായാലും സ്കൂളുകൾ അല്ലെങ്കിൽ അംഗനവാടികളിൽ ചേർത്താണെങ്കിൽ നമുക്ക് അത് എന്ത് വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. സോ അതൊരു അത്യാവശ്യ സാധനമായതുകൊണ്ട് അത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കിട്ടിയതുകൊണ്ടും ഒത്തിരി സന്തോഷം. സഭയുടെ ജെൻഡർ ഒന്നും പുറത്തു പറയുന്നില്ല എന്നാണല്ലോ നിങ്ങൾ നേരത്തെ പേരിടൽ ചടങ്ങിന്റെ സമയത്തൊക്കെ പറഞ്ഞിരുന്നത്. അതെ. അത് അന്നത്തെ നമ്മള് ഒരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. ബട്ട് അത് പെൺകുട്ടിയാണ്, സെക്സ് ആളുടേത് ഫീമെയിൽ ആണ് എന്നുള്ളത് പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ജെൻഡർ ഇനിയിപ്പോൾ ആൾക്ക് വേണമെങ്കിൽ ആളുടെ 18 വയസ്സാകുന്ന സമയത്ത് ആൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആവാം. അത് ഞങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതുവരെ ഞങ്ങൾ പറയുന്നതാണ് അവളുടെ ജെൻഡറും സെക്സും ഒക്കെ ഞങ്ങൾ പറയുന്നതാണല്ലോ. സോ എന്തായാലും ഇപ്പൊ അവളൊരു പെൺകുട്ടിയായിട്ടാണ് ഞങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷം. ഏതായാലും ഇത് തന്നെയാണ്, വലിയ സന്തോഷത്തിലാണ് രണ്ടുപേരും. പക്ഷെ ഈ സമയത്ത് സഹദ് ഇവിടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇല്ല, വിദേശത്ത് ജോലിയുടെ ഭാഗമായി പോയതാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന് രേഖപ്പെടുത്തി മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. പക്ഷെ അത് ഇവർ ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നില്ല എന്നതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. തുടർന്നാണ് നിയമ പോരാട്ടങ്ങളിലേക്ക് പോവുകയും ഈ 3 വർഷത്തിനിപ്പുറം അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവും ജനന സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, രാഹുൽ KVയോടൊപ്പം സംസാരിച്ചത് CA. അപ്പോൾ കുഞ്ഞ് സബിയും കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു പോരാട്ടമായിരുന്നു തുടക്കം മുതൽ തന്നെ, അവർ ജീവിതത്തിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ വലിയ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിന്റെ അവസാനം ഓരോ ഘട്ടത്തിലും ചരിത്രത്തിലും ഇടം നേടിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞ് സബിയുടെ പ്രായത്തിനോടൊപ്പം തന്നെയുണ്ട് ആ പോരാട്ടത്തിന്റെ പഴക്കവും. അതിലാണ് അവർ വിജയം നേടിയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിലൂടെ ആദ്യമായി രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സഹദും CAയും.